ഈ ഒരു ഘട്ടം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് എന്തുവാ, നമ്മൾ ലോൺ, നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് വണ്ടി, അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങൾ, അല്ലെങ്കിൽ വീട് പണിയാനുള്ള ലോൺ ലഭിക്കുന്നു. പക്ഷേ ഇത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലോൺ അടവ് നമ്മൾ ധൈര്യത്തോടു കൂടി അടയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയിൽ നമ്മൾ എത്തുന്നത്. പക്ഷേ എന്നാൽ ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്ക് എന്താണ് ട്രാൻസാക്ഷൻസ് ബെറ്റർ ആക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യവസായങ്ങളോ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തുടക്കത്തിലൊക്കെ നമുക്ക് ആളും പേരും ഒക്കെ വരും. പക്ഷെങ്കിൽ നമ്മൾ അവിടെ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ആളുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആളുകളുമായിട്ട് നമ്മൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അവർക്ക് നമ്മൾ ഈ ഇമോഷൻസുമായിട്ട് ബന്ധിച്ചുള്ള കച്ചവടങ്ങളല്ല നമ്മൾ നടക്കുന്നതെങ്കിൽ, ഒരു സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവടമല്ല നടക്കുന്നതെങ്കിൽ, സ്വാഭാവികത്തിലേക്ക് ആളുകൾ വരുന്നതിൻ്റെ വരവ് കുറയും. അത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു ഒരു പോവേർട്ടി അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് കോൺസെപ്റ്റിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെപ്റ്റ് ട്രാപ്പിലോട്ട് നമ്മൾ പോകും. ഡെപ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ജപ്തി, അല്ലെങ്കിൽ നമുക്ക് മണി ട്രാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രാപ്പ് തന്നെയാണ്. ആ ട്രാപ്പിൽ നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ